ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് എങ്ങും നിങ്ങൾ കാണാത്തൊരു പ്രതിഭാസമായിരിക്കും. സാധാരണഗതിയിൽ ഇത് വെയിറ്റ് കുറച്ചുണ്ടാക്കിയതാണ് ഈ സംഭവം. ഇതിൽ മണ്ണില്ല. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം മണ്ണില്ലാത്തൊരു സംഭവമാണിത്. ഈ ചട്ടിയിൽ നിന്ന് അല്പം പോലും മണ്ണില്ല. ഇത് കണ്ടോ, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുനടക്കാം. മണ്ണില്ലാന്ന് വിചാരിച്ചിട്ട് പൂവിനൊന്നും ഒരു കുറവും വരില്ല. 4 വീട്ടിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോഗൺവില്ല ഗാർഡനാണിത്. എല്ലാവരും റോട്ടിൽ കൂടെ പോകണ എല്ലാവരും വാഹനം വരെ നിർത്തി ഇവിടെ നോക്കിയിട്ടേ പോകുള്ളൂ. അത് എല്ലാ കൊല്ലങ്ങളിലും ഇവിടെ ഈ 4 വീടുകളിലും അത്ര ഫുള്ളായിട്ടുണ്ട്. 25 കൊല്ലത്തോളം പ്രവാസ ജീവിതമായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ മരുഭൂമി എന്നുള്ള ആ കാഴ്ചപ്പാട് എനിക്ക് ഉൾക്കൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പച്ചപ്പിനോട് ആദ്യമായിട്ടുള്ളൊരു അന്ധമായിട്ടൊരു ആരാധന ഉണ്ടായിരുന്നു. അത് ഈ ചെടിയുടെ പ്രേമത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പുഴും എലിയൊന്നും എൻ്റെ അടുത്തേക്ക് വരില്ല കേട്ടോ. ഇത് നശിപ്പിക്കാനോ വെള്ളം നശിപ്പിക്കാനോ ഒന്നും പുഴുക്കളെ എലികളൊന്നും എൻ്റെ അടുത്തേക്ക്. എലികൾക്ക് അറിയാം അതിൻ്റെ സൈക്കോളജി, ഈ ആൾ അതുപോലെ നോക്കി കൊണ്ടുവരുന്നതെന്ന്. പുഴുക്കൾക്ക് അതിലും അറിയാം. അപ്പോൾ ഈ ചെടികളെ പറ്റി ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ നിങ്ങൾ ഇത്ര പൂക്കളുണ്ടാവണമെന്ന് ചോദിക്കാറുണ്ട്. ഇത് 10 വർഷത്തോളമായി എൻ്റെ ബോഗൺവില്ല തോട്ടാണ്. ഇതിലൊരു 40ഓളം വെറൈറ്റികൾ ഇപ്പോൾ ഉണ്ട്. അതിൽ നല്ലൊരു ഭാഗം ഹൈബ്രിഡ് തന്നെയാണ്. ഇത് ഹോളണ്ടിൽ നിന്ന് വന്നൊരു വെറൈറ്റി. അതിപ്പോൾ നമ്മുടെ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രയാസമൊന്നും ഇത് എളുപ്പം പിടിക്കുന്ന ഇതാണ്. പക്ഷേ ഇതിന് പ്രത്യേകത ഉള്ളത് വർഷകാലത്ത് പൂവുണ്ടാവുന്ന ഒരു ഇനം മാത്രമേ ഉള്ളൂ ഇവിടെ. വർഷകാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ ആഗസ്റ്റ് മാസം തൊട്ട് ഇത് ഫ്ലവറിങ് ആണ്. അത് ഞങ്ങളിവിടെ നല്ല എടുത്തേക്കുന്നതാണ്. ഇതിന് എളുപ്പം കട്ടിങ്സ് പിടിക്കും. പിന്നെ ഇതിൻ്റെ വളർച്ച വളരെ ഫാസ്റ്റാണ്. ഇത് ഹവായ് വൈറ്റ് ആണ്. നല്ല ഡിമാൻഡുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഇതാണ്. വിലയുള്ള സാധനം തന്നെ. ഇത് ഫൈറോപ്പാല് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഇനമാണ് ഫൈറോപ്പാല്. ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ആണ്. ഇത് തായ്ലൻഡിൻ്റെ വെറൈറ്റിയാണിത്. ഇത് ശരിക്കും പറയുന്നത് ഇത് 3 മാസം ഇതേ ഫ്ലവറിങ്ങിൽ നിലനിൽക്കുന്നത്. അങ്ങനത്തെ ചെടി ഇവിടെ ഇല്ല. ഇത് സാധാരണ പൂവുണ്ടായി കഴിഞ്ഞാൽ 3 മാസം നിൽക്കും ഇതിൻ്റെയൊക്കെ. ഇപ്പം 3 മാസം ആയിട്ടുണ്ട് ഇത് പൂവുണ്ടായി കഴിഞ്ഞിട്ട്. ഇതൊരു പുതിയ ഇനം തന്നെ. ഇത് റാവു എന്ന് പറയും. ഡോക്ടർ റാവു എന്ന് പറഞ്ഞൊരു ഇനമാണ്. അപ്പോൾ ഇത് നല്ല ഫ്ലവറിങ്, നല്ല കളറാണ്. ഇതിൻ്റെ വെരിഗേറ്റഡാണ്. അത് അതിൻ്റെ പ്രത്യേകതകൾ. ഇത് പണ്ടത്തെ നമ്മുടെ കുങ്കുമപ്പൂവ് കളറ്. ഇതൊക്കെ ഇപ്പോൾ കാലഘട്ടപ്പെട്ട് പോയത്. എന്നാലും ഞാൻ ഇവിടെ നിലനിർത്തി കൊണ്ടുവന്ന് ഇതിനൊരു 15 വർഷം തന്നെ പഴക്കമുള്ളതാണ് ഈ ചെടി. ഇത് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇനമാണ്. പുതിയതല്ല, പഴയ ഇനം തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ നിറച്ച് ഫ്ലവറിങ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഇലകളൊന്നും ഉണ്ടാവില്ല. അത്ര ഫ്ലവറിങ് ആയിരിക്കും. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഇന. അതിൻ്റെ കൃത്യമായിട്ടുള്ള പേര് പറഞ്ഞാൽ എനിക്കറിയില്ല. നല്ല ഫ്ലവറിങ് ഉള്ളതാണ്. നല്ല ഇനങ്ങളത്. ഇതുപോലെ തന്നെ നല്ലൊരു ഇനമാണ്. വെരിഗേറ്റഡാണ്. നല്ല ഫ്ലവറിങ് ഉണ്ടാകുമ്പോൾ ഇലകളൊക്കെ വളരെ ചെറുതാണ്. നൈസായിട്ടുള്ള ഇലകളാണ്. നല്ല ഫ്ലവറിങ് അത്. ഇത് സാധാരണ ഇവിടെയൊക്കെ അറിയപ്പെടുന്നത് ടോർച്ച് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ പറയാം. പക്ഷേ ഇതിന് വേറെ പേരുണ്ടെന്ന് എനിക്കറിയാം. ഇതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ്. നല്ലൊരു ഇനം തന്നെയാണ്. ഇത് മിസ് വേൾഡ് തന്നെ വേറൊരു പ്ലാന്റ്. പക്ഷേ ഇതിനും കൂടി വലിയ പ്ലാന്റ്. അതൊരു 50 വർഷമായിട്ടുണ്ട് ഈ പ്ലാന്റ്. വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന കുറച്ച് ബോഗൺവില്ലകളാണ്. ഇതിലധികവും നാടൻ വെറൈറ്റികളാണ് ഇത് കൂടുതൽ. ഇപ്പോൾ ഈ നാടൻ വെറൈറ്റികൾ തന്നെ വളരെ റെയറായിട്ട് കൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങളായിട്ട് അത് പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബോഗൺവില്ല ലാവെൻഡർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഫുൾ ഫ്ലവറിങ് ആയിരിക്കും. ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിന് ഏകദേശം വർഷക്കാലം വരെ ഇതിൻ്റെ ഫ്ലവറിങ് നിലനിൽക്കും. ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 2 മാസത്തോളം പൂവ് ഉണ്ടാവും ഇതിന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് 8 വർഷം പഴക്കമുള്ള നമ്മുടെ പഴയ പീച്ചാണ്. പീച്ച് എന്ന് പറഞ്ഞാൽ ചെങ്കല്ല് കളറ്. ഇതിന് വളരെ ഇതാണ്. ഇത് ഡബിൾ ഇതാണ് വന്നത്. ആദ്യത്തെ പെർഫോമൻസ് ഇതായിരിക്കും. പിന്നെ അവസാനിക്കാറാകുമ്പോൾ കളറൊന്ന് ചേഞ്ച് ആവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇതിന് വേറെ എന്തെങ്കിലും പേര് ആരെങ്കിലും പറയണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് ശരി. ഞങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങൾ അറിയപ്പെടുന്നത് ബട്ടർഫ്ലൈ എന്നുള്ള വെറൈറ്റിയാണ്. ഇത് നമ്മുടെ പഴയ വൈറ്റ് തന്നെ. അത് ഇത്രയും കൂടിയും നമ്മൾ ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. അത് ഷേപ്പ് ചെയ്ത് ഈ പരുവത്തിലാക്കുന്നത്. ഇതിനും ഒരു 5-8 കൊല്ലത്തെ പഴക്കമുള്ളത് തന്നെയാണ്. ഇത് മിസ് വേൾഡാണ്. മിസ് വേൾഡിനെ എല്ലാം പരിചയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്നത് ഏറ്റവും പോപ്പുലർ, ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് ഏറ്റവും പോപ്പുലറായിട്ട് എല്ലാവരുടെ കയ്യിലുണ്ടാകുന്ന സംഭവമാണ് അത്. ഹൈബ്രിഡിൽ തന്നെ ഏറ്റവും മുന്തിയാണ് ഈ മിസ് വേൾഡ് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഇത് പുതിയതായിട്ട് ഇത് അധികം കാലങ്ങളായിട്ടില്ല ഇറങ്ങിയിട്ട്. ഇതിൻ്റെ ഇല ചാര കളറാണ്. റെഡ്, നല്ല ഡാർക്ക് റെഡാണ്. ഇത് പുതിയൊരു ബ്രീഡ് ചെയ്തേക്കുന്നത് വൈറ്റ് റോസ്. ഞങ്ങൾക്ക് കിട്ടി. ഞാനിത് പുറത്ത് എവിടെയും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് എങ്ങനെയോ ഞങ്ങളുടെ കയ്യിൽ വന്നു പെട്ട് ഞങ്ങൾ തന്നെ അത് ബ്രീഡ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ഇത് നഴ്സറിക്കാർ അറിയപ്പെടുന്നത് പൂന വയലറ്റ് എന്നാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള വേറെ എന്തെങ്കിലും പേരുണ്ടാവുമെന്ന് എനിക്ക് ഒന്നും അറിയില്ല. എൻ്റെ പേര് ജോൺസൺ. ഇത് പേൾ ഗാർഡൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത്. ശരിയായിട്ടുള്ള ലൊക്കാലിറ്റി എവിടെയെന്ന് വെച്ചാൽ ചാലക്കുടിയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ. അതായത് ദേശീയപാത പോട്ടയിൽ നിന്ന് ഒരു 3 കിലോമീറ്ററും ദേശീയപാത കൊടകരയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററും. മാളയ്ക്ക് പോണ വഴിയിൽ
ആളൂർ മേൽപ്പാലത്തിൻ്റെ അവിടെയാണ് ഈ പേൾ ഗാർഡൻ. ഞാൻ ഇതുപോലെ പ്രവാസിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ ഒരു പ്രവാസ ജീവിതം, ഒരു 25 കൊല്ലത്തോളം പ്രവാസ ജീവിതമായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ മരുഭൂമി എന്നുള്ള ആ കാഴ്ചപ്പാട് എനിക്ക് ഉൾക്കൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പച്ചപ്പിനോട് ആദ്യമായിട്ടുള്ളൊരു അന്ധമായിട്ടൊരു ആരാധന ഉണ്ടായിരുന്നു. അത് ഈ ചെടിയുടെ പ്രേമത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അപ്പോൾ അതിന് വൈഫ് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തു. വൈഫായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ ഘടകങ്ങളും. ഇന്നും എല്ലാ കാര്യങ്ങളും അവരിലൂടെയാണ്. അവർ ശരിക്കും നമുക്കറിയാത്ത പല കാര്യങ്ങളും അവർ തന്നെ അത് ചെയ്തു തരും. അപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ടുള്ളൊരു സംരംഭമാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ വിജയം കണ്ടു. ഇന്നും ഇതിൽ കൂടെ പോണ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയാണ് ഇത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് ഭയങ്കര ഇതല്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ പലരും എന്നോട് ഇങ്ങോട്ട് പറയാറുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല ഇതിൽ നിന്ന് ഞങ്ങളും ഇത് കണ്ട് ആനന്ദിച്ച് സന്തോഷം കൊണ്ട് ഇവിടുന്ന് പോവാൻ. ഇതിൽ ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കണക്ഷൻസ് പല രീതിയിലും പല ആൾക്കാരും ഇവിടെ കയറി വരും. അങ്ങനെ അവരായിട്ട് പുതിയൊരു ബന്ധം, അങ്ങനെ അവരെപ്പോഴും ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ നിങ്ങൾ വളർത്തുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ ആ റിലേഷൻ അങ്ങനെ നീണ്ടു നിൽക്കുക. ഇപ്പോഴും ഞങ്ങൾക്ക് ഇതുകൊണ്ട് വളരെ സുഹൃബന്ധമുണ്ട്. അതാണ് ഞങ്ങളുടെ ഇതിൽ ഏറ്റവും വലിയ പ്രോഫിറ്റ്. ചെടികളെ പറ്റി ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ നിങ്ങൾ ഇത്ര പൂക്കളുണ്ടാവണമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അത് നമുക്ക് ഇതിനോടുള്ള നഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം തന്നെ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കുട്ടികളെ പരിപാലിക്കണ പോലെ നമ്മൾ പരിപാലിക്കണം. ചെടികൾ സാധാരണഗതിയിൽ ഞാൻ വൈകിട്ടാണ് നനയ്ക്കുക. പിന്നെ ഇതിൽ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജൂൺ ജൂലൈ തൊട്ട് പ്രൂൺ ചെയ്യും. അത് ഒക്ടോബർ മാസം കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യാറില്ല. അതുവരെ പ്രൂൺ ചെയ്യാം. പലർക്കും ധാരണയുണ്ട് പൂവുണ്ടായി കഴിഞ്ഞാൽ വെട്ടിക്കളയുന്നത്. അതൊരിക്കലും തെറ്റാണത്. പൂവുണ്ടായി കഴിഞ്ഞാൽ വെട്ടിക്കളയാൻ പാടില്ല. ആ പ്രൂണിങ് നമ്മൾ നടത്തുന്നത് ഒക്ടോബർ വരെ പ്രൂണിങ് നടത്താം. അത് കഴിഞ്ഞ് ഒരിക്കലും പ്രൂണിങ് നടത്താൻ പാടില്ല. ആ പ്രൂണിങ്ങിൻ്റെ ഘട്ടം എങ്ങനെ 5 ദിവസം ഒരിക്കലും നമുക്ക് വേണമെങ്കിൽ നടത്താം. അപ്പോഴും പുതിയ ശാഖകൾ ഉണ്ടാവുള്ളൂ. ഏത് ചെടിയും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടോയെന്ന് നോക്കുക. പിന്നെ വെയിലുണ്ടെങ്കിൽ എവിടെയായാലും ഇതിന് പൂവുണ്ടാവും. പിന്നെ അത്യാവശ്യം വളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. ഇത് സ്റ്റാർട്ടിങ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് നമ്മളൊരു നൈട്രജൻ വളം സ്റ്റാർട്ടിങ് കൊടുക്കുക. നൈട്രജൻ വളം എന്ന് ഉദ്ദേശിച്ച് നമ്മൾ അതിൻ്റെ കൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാണകപ്പൊടി, എല്ലുപൊടിയും കുമ്മായം ചേർക്കും, ചകിരിച്ചോറ് ചേർക്കും. പിന്നെ മണ്ണ് എപ്പോഴും ചുവന്ന മണ്ണായിരിക്കണം. ചുവന്ന മണ്ണിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ അയൺ ഓക്സൈഡ് ഉണ്ടാവും, കാൽസ്യം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടിക്ക് നൈട്രജൻ, അതായത് നമ്മൾ ചെടി വളരാനുള്ള ഘടകം അത്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വരെ ഒക്ടോബർ മാസമാകുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് പൊട്ടാഷ്യം എല്ലുപൊടിയാണ്. അത് ഫോസ്ഫറസും പൊട്ടാഷ്യം ഇല്ലാണ്ട് ഭൂമിയിൽ ഒരു ജീവജാലങ്ങളും ചെടിജാലങ്ങൾക്കും ഏത് സസ്യങ്ങൾക്കായാലും പൂവും കായും ഉണ്ടാവില്ല. അപ്പോൾ ഫോസ്ഫറസും പൊട്ടാഷ്യം മസ്റ്റാണ്. അതിൻ്റെ അനുകൂല ഘടകങ്ങളുണ്ട്. അതായത് 10:2 കൊടുക്കണം. പൊട്ടാഷ്യം ഒരിക്കലും ഓവറാവാൻ പാടില്ല. 10 കിലോ എല്ലുപൊടിക്ക് 2 കിലോ പൊട്ടാഷ്യം മിക്സാക്കി നമ്മൾ ചെടികളുടെ കടയ്ക്ക് ഒക്ടോബർ മാസത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവറിങ്ങിന് അത് വളരെയധികം ചെയ്യും. അത് മാസത്തിലൊരിക്കൽ നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അല്ലാണ്ട് എല്ലാ തവണയില്ല. ഇത് കൂടാണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഘടകമുള്ളത് ഒറ്റമൂലി എന്ന് പറഞ്ഞൊരു ഘടകമുള്ളത് 17 ഏറ്റവും ഉത്തമ വളം. അതിപ്പോൾ കിട്ടാനില്ല. അപ്പോൾ 16 അതിന് ബദലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് NPK തന്നെയാണ്. NPKയിൽ ശരിക്കും പറയാമെന്ന് വെച്ചാൽ നമുക്ക് പൂവുണ്ടാവാനുള്ള ഘടകം NPKയിൽ വേണ്ട, എന്നുള്ള നൈട്രജൻ വേണ്ട, എന്നാലും അത് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ NPK ഇട്ട് കൊടുക്കുക ഈ 5 ദിവസം കൂടുമ്പോൾ. അത് നോർമലായിട്ട് ഇട്ട് കൊടുത്തതിനും പൂവ് ഉറപ്പാണ്. വെയിൽ വേണം, വെയിലും നിർബന്ധമാണ്. വെയിലില്ലാണ്ട് പൂവുണ്ടാവില്ല. ഇതിൻ്റെ ദിനചര്യ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാമെന്ന് വെച്ചാൽ രാവിലെ ഇത് ഞാൻ പൊതുവെ ഒരു വിശ്വാസി. അപ്പോൾ ചർച്ചിൽ പോയി കഴിഞ്ഞിട്ട് ഈ പരിപാടി തുടങ്ങുള്ളൂ. അപ്പോൾ 6 മണിക്ക് ചർച്ചിൽ പോയി 7 മണിക്ക് തിരികെ വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിന് ആദ്യം ഞാൻ ഒരു മൊത്തം റൗണ്ട് ചെയ്യും. അതിനെനിക്ക് ഏകദേശം ഒരു 45-50 മിനിറ്റെങ്കിലും മിനിമം വേണം. ഇത് മാത്രമല്ല, ഇതിൻ്റെ മുകളിലും കുറേ ചെടികളുണ്ട്. എല്ലാം കൂടി നമ്മളതിൻ്റെ ബാലാരിഷ്ടതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും ഓരോ ചെടിക്കും. അതിനെ തൊട്ട് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി തുടങ്ങുള്ളൂ. അടുത്ത പരിപാടി എന്താ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും പുല്ല് പറിക്കലോ അതിന് എന്തെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ. പിന്നെ ഇതിന് ലേബറൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ തന്നെ ശരിക്കും 1 മാൻ ഷോ ആണ് ഇത്. ശരിക്കും വേറെ ലേബറൊന്നും വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മാനസികമായിട്ടുള്ള ഇതിനൊരിക്കലും യോജിക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതാവില്ല അവർ ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. ലേബറെ വെച്ചിട്ട് ഞാൻ പണിയെടുപ്പിക്കില്ല. എനിക്ക് ലേബറിനോട് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നീങ്ങില്ല. അപ്പോൾ ഇതിന് പല ഘടകങ്ങളുണ്ട്. അതിന് ചെയ്യേണ്ടത് ചില ചെടികൾക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും, ചില ചെടികൾക്ക് ചെയ്യാണ്ടതുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ നീങ്ങുള്ളൂ. ചെടികൾ എന്ന് പറഞ്ഞാൽ ബോഗൺവില്ല മാത്രമല്ല കേട്ടോ, മറ്റുള്ള ചെടികളൊക്കെ ഉണ്ട്. പക്ഷേ ബോഗൺവില്ല ഇവിടെ ഒരു ചെടികൾക്ക് പെസ്റ്റിസൈഡ് ഞാൻ ഉപയോഗിക്കാറില്ല. പെസ്റ്റിസൈഡ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ല രീതിയിൽ ഇതിന് ഹെൽത്തി പ്ലാന്റുകൾക്കൊന്നും പെസ്റ്റിസൈഡിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ദിവസേന ഇതിൻ്റെ ഇടയിൽ കിടന്ന് നടക്കുക. എവിടെ ഒരു പുഴു കണ്ടെന്ന് വെച്ചാൽ പുഴു എൻ്റെ അടുത്തേക്ക് വരില്ല.
പുഴും എലിയൊന്നും എൻ്റെ അടുത്തേക്ക് വരില്ല കേട്ടോ. ഇത് നശിപ്പിക്കാനോ വെള്ളം നശിപ്പിക്കാനോ ഒന്നും പുഴുക്കളെ എലികളൊന്നും എൻ്റെ അടുത്തേക്ക്, എലികൾക്ക് അറിയാം അതിൻ്റെ സൈക്കോളജി, ഈ ആൾ അതുപോലെ നോക്കി കൊണ്ടുവരുന്നതെന്ന്. പുഴുക്കൾക്ക് അതിലും അറിയാം. ഇതുപോലത്തെ വലിയ ചട്ടികളിൽ എല്ലാത്തിനും മണ്ണില്ലാത്ത കൃഷിയാണ് ഇവിടെ മുഴുവൻ നടക്കുന്നത്. സത്യത്തിൽ അത് ശരിക്കും ഒരു ശാസ്ത്രമാണ്. നമുക്കൊരു ധാരണയുണ്ട് മണ്ണില്ലാണ്ട് അങ്ങനെ ചെയ്യണമെന്ന്. ഇതിലൊന്നിനും മണ്ണില്ല. ഇതിലും മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്ന്. ചകിരിച്ചോറ്, ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, ഇത് ഇതിൻ്റെ കോമ്പൗണ്ട്, കുമ്മായ ഇടും. ഇതൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ കോമ്പൗണ്ട് ഉണ്ടാക്കുക. ഇതിലൊന്നിനും മണ്ണില്ല. മണ്ണ് ഈവൻ ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു പെർസെൻ്റ് ആ കടോട് ചേർന്നിട്ട് ആ ഇത് കിട്ടിയപ്പോൾ ഉണ്ടായപ്പോഴുള്ള കവറിലുള്ള ആ മണ്ണ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ മണ്ണെന്ന സംഭവമില്ല. മണ്ണില്ലാന്ന് വിചാരിച്ചിട്ട് പൂവിനൊന്നും ഒരു കുറവും വരില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പരീക്ഷിച്ചോ, ഞാൻ ഗ്യാരണ്ടി ആണ്. ഞാൻ മണ്ണില്ലാന്ന് വിചാരിച്ചിട്ട് പൂവിന് എന്തെങ്കിലും ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത്ര വലിയൊരു ചട്ടിയും കൊണ്ട് എനിക്ക് മുകളിൽ ഉണ്ട്, ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ കുറേ ഉണ്ട്. അപ്പോൾ ഇത് എത്ര വലിയ ചട്ടിയും കൊണ്ട് നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറാനൊന്നും എളുപ്പമില്ല. ഇത് 5 വയസ്സായ ഒരു കുട്ടിക്ക് ഇത് പിടിച്ച് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാം. ഇത് കണ്ട അത്ര വളരെ ഈസിയാണ്. അതെ, ഇതൊക്കെ അത്ര വളരെ ഈസി ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് മൈൻഡ് അല്ല കേട്ടോ. ഇനിയിപ്പോൾ ആരും അങ്ങനെ ധരിക്കണ്ട. ഇതെന്തായാലും നമുക്ക് ഇതുപോലെ ഇത് വളർത്തിണ്ടാക്കണമെങ്കിൽ എന്തായാലും ചിലവുകളുണ്ട്. അപ്പോൾ ആ ചിലവുകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പണം വേണ്ടി വരും. ഇതുപോലത്തെ ഒരു പുതിയ വെറൈറ്റി നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു തൈക്ക് നമ്മൾ 2000-3000 കൊടുത്ത് മേടിക്കുക. ഇപ്പോൾ ഫൈറോപ്പാലിൻ്റെ തൈയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഫൈറോപ്പാലിൻ്റെ തൈക്കൊക്കെ 1000-ന് അവിടെ മേടിച്ചിട്ടുണ്ട്. ചെറിയ തൈ, ഏറ്റവും ചെറിയ തൈ അത് തന്നെ 2000-3000 വിറ്റ ആൾക്കാരുണ്ട്. ഇന്ന് ഫൈറോപ്പാൽ അത്രയും പോകുന്നൊരു തൈ ഇന്ന് ഫൈറോപ്പാൽ 400-500 കിട്ടും. അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ ഏത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഏത് ചെടികൾക്കായാലും വലിയ സംഖ്യ കൊടുത്ത് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചിലവുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എല്ലുപൊടിയും ഇതിനൊക്കെ പ്രോംപ്റ്റ് വളങ്ങൾ ഇടണേ, അല്ലാണ്ട് വെറുതെ മണ്ണ് നിറച്ച് വെച്ച് തരുന്നതല്ല. പ്രോംപ്റ്റ് വളങ്ങൾ ഇടണം, അത്ര പ്രോംപ്റ്റ് വളങ്ങളാണ്. ഈ വളം ആയതും കൂടെ ഞങ്ങൾക്ക് വിൽപ്പനയുണ്ട്. അതുപോലെ ഇതിൻ്റെ പൂവുണ്ടാവാനുള്ള വളം, അല്ലെങ്കിൽ ചെടി പുഷ്പിക്കാനുള്ള, ഈ ചെടി വളരാനുള്ള വളം, ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വിൽപ്പനയുണ്ട്. അത് സ്വന്തം നമ്മൾ നിരീക്ഷണം പരീക്ഷണം നടത്തിയിട്ട് വിജയിപ്പിച്ച വളങ്ങളാണ്. അതൊക്കെ ഗ്യാരണ്ടിയാണ്, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഞാൻ പറയാമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ 4 ചെടികളിനെ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. രോഗങ്ങൾ വഴി ഉണ്ടാവില്ല. ഞാൻ ഇന്നും എൻ്റെ ആരോഗ്യത്തോടെ നിൽക്കുന്നത് ഈ ചെടികളാണ്. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട, ഈ ചെടികൾ തന്നെ ഇത്ര ആരോഗ്യത്തോടെ. എനിക്ക് അറൗണ്ട് ഒരു 78 അടുത്തായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാനിപ്പോൾ സ്റ്റിൽ യങ് എന്ന് വെച്ചാൽ കാരണം ഞാൻ ഒരു 20 വയസ്സാൻ്റെ പോലെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് നടക്കുന്നത്. എനിക്ക് എത്ര ജോലി ചെയ്താലും എനിക്ക് യാതൊരു അതിനൊരു ക്ഷീണമോ എനിക്കൊന്നും സംഭവിക്കാറില്ല. പക്ഷേ ഈ ചെടികൾ തന്നെ എനിക്ക് ആ അനുഗ്രഹം തന്നേക്കണം, ആ പോസിറ്റീവ് എനർജി തന്നേക്കണം. അതിൽ ഒരു സംശയമില്ല.